എബ്രായർക്ക് എഴുതിയ പൗലോസിന്റെ ലേഖനം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നന്മ ചെയ്യുവാനും നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത്. ഈ വക യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യുവാനും നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത്. ഈ വക യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാം വിശ്വാസികളാണ്, നമ്മളെല്ലാം വിശുദ്ധന്മാരാണ്. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ ഓരോരുത്തരിലും വരങ്ങളെ ദാനം ചെയ്തിരിക്കുന്നു. ദൈവം തന്നെ പരിശുദ്ധാത്മാവിൽ നമ്മളിൽ എല്ലാവരും കൃപാവരങ്ങളാൽ അധിഷ്ഠിതരാകിയാൽ നമ്മളിൽ ഓരോരുത്തരിലും ഓരോ വരങ്ങളല്ല, വ്യത്യസ്തങ്ങളായ വരങ്ങളാണ്, വിഭിന്നങ്ങളായ വരങ്ങളാണ്, വേർതിരിച്ചു കാണുവാൻ കഴിയുന്ന വരങ്ങളാണ്. അങ്ങനെയുള്ള വരങ്ങൾ നമ്മൾ ഉപയോഗിച്ച് പൊതുവെ നമ്മുടെ ആത്മീയ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തെ നല്ലതുപോലെ ഉയർത്തണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ തന്റെ 1-ാം ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ആത്മീയ വരങ്ങളുണ്ട്, ആത്മീയ കൃപകളുണ്ട്, ആത്മീയ കൃപാവരങ്ങളുണ്ട്. നമ്മളിൽ തന്നെ അടക്കി വെക്കാതെ, നമ്മളിൽ തന്നെ അമർച്ച ചെയ്ത് വെക്കാതെ, നമ്മളിൽ തന്നെ ഒതുക്കി വെക്കാതെ, നമ്മളിൽ തന്നെ പിടിച്ചു വെക്കാതെ, നമ്മളതിനെ പരസ്യ രംഗത്ത് മറ്റുള്ളവരുടെ പുരോഗതിക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, മേൽഗതിക്ക് വേണ്ടി, അവരുടെ ഔന്നത്യത്തിന് വേണ്ടി, അവരുടെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതു ഗുണത്തിന് വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടി, പൊതു വളർച്ചയ്ക്ക് വേണ്ടി, പൊതു ആത്മീയ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് വ്യത്യസ്ത വരങ്ങൾ ഉള്ളതുകൊണ്ട് പ്രവചനത്തിനുള്ള വരമാണെങ്കിൽ തന്റെ വിശ്വാസമനുസരിച്ച് വിനിയോഗിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് പ്രവചനം എന്നൊരു വരമുണ്ടെങ്കിൽ വേദപുസ്തക വിശ്വാസം, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിന് അനുസൃതമായി ആ പ്രവചന വരത്തെ ഉപയോഗിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകമാണ്, ഇത് സത്യ ഗ്രന്ഥമാണ്, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, ഈ വചനമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ, ഈ വചനമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, ഈ വചനമാണ് നമ്മുടെ ആത്മീയ ജീവന്റെ അന്തസത്തയ്ക്ക് അനുയോജ്യമായ എന്ന് തോന്നിയിട്ട് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ വചനത്തിനനുസൃതമായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രവചനം എന്ന വരത്തെ നമ്മൾ ഉപയോഗിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഒരു സഭ സമ്മേളിക്കുമ്പോൾ, ഒരു ചർച്ച് അസംബ്ലി ഗ്യാതറിംഗില് ഓരോ വിശ്വാസികളും അവനവന്റെ വരം അനുസരിച്ച് പൊതു നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ പുരോഗതിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വളർച്ചയുണ്ടായി. അത് കേൾക്കുന്നവരിലും ദൈവത്തിന്റെ ആത്മാവിന്റെ വളർച്ച ഉണ്ടാകുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. റോമർ 12-ാം വാക്യം. ശുശ്രൂഷയാണെങ്കിൽ ശുശ്രൂഷിക്കുകയും ഉപദേശത്തിനുള്ളതാണെങ്കിൽ ഉപദേശിക്കുകയും ചെയ്യട്ടെ. പ്രിയ ദൈവമക്കളെ, ഒന്നാമത് പറഞ്ഞു പ്രവചനവരം, രണ്ടാമത് പറഞ്ഞു ശുശ്രൂഷവരം, മൂന്നാമത് പറഞ്ഞു ഉപദേശവരം. വീണ്ടും 8-ാം വാക്യം വായിക്കാം. നാലാമത്
പകർച്ച പ്രിയ ദൈവമേ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും കഴിവുള്ളവരാണ്, നമ്മളെല്ലാവരും ആത്മീയരാണ്, നമ്മളെല്ലാവരും പരിശുദ്ധമായുള്ളവരാണ്. നമ്മളെ ഓരോരുത്തരും ദൈവം ഓരോ വരങ്ങൾ നൽകിയിരിക്കുന്നു. കൃപയ്ക്കനുസരിച്ച് വ്യത്യസ്തമായ വരങ്ങൾ ഉള്ളതുകൊണ്ട് പ്രവചന വരമുള്ളവരാണെങ്കിൽ തന്റെ വിശ്വാസമനുസരിച്ച് വിനിയോഗിക്കട്ടെ. ഒരു സഭാ കൂടിവരവിൽ നിങ്ങളുടെ വരം പ്രവചനമെങ്കിൽ ഈ വേദപുസ്തകത്തെ എടുത്ത് അവിടെ കൂടിയിരിക്കുന്ന ജനത്തോട് രണ്ടു വാക്ക് പറയുമ്പോൾ നിങ്ങളൊരു പ്രവചന വരമുള്ള വ്യക്തിയാണെന്ന് അവിടെ കൂടിയിരിക്കുന്നവർ അറിയട്ടെ. അങ്ങനെ അറിയുമ്പോൾ അത് നിങ്ങൾക്ക് ആത്മീയ വർദ്ധന ഉണ്ടാകുന്നു, അവർക്ക് ആത്മീയ വർദ്ധന ഉണ്ടാകുന്നു. ദൈവനാമം മഹത്വപ്പെടുകയാണ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ശുശ്രൂഷയാണെങ്കിൽ ശുശ്രൂഷിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എല്ലാം ശുശ്രൂഷയാണ്. നമ്മളൊരു ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ഒരു ജനൽ തുറക്കുന്നത്, ഒരു കഥ തുറക്കുന്നത്, ഒരു കസേര എടുത്തിടുന്നത്, ഒരു കസേര ക്രമീകരിക്കുന്നത്, ഒരു പാഠ്യപുസ്തകം എടുക്കുന്നത്, അതൊരാൾക്ക് കൊടുക്കുന്നത്, ഒരു ബൈബിൾ എടുക്കുന്നത്, അത് വായിക്കുന്നത്, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, ഇതെല്ലാം ശുശ്രൂഷയാണ്. ആമേ. അല്ലാതെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ ചെയ്യുന്നത് മാത്രമല്ല ശുശ്രൂഷ. ഒരു പള്ളിയിൽ ആരുണ്ടോ അവർക്കെല്ലാം ശുശ്രൂഷയുണ്ട്. ഏത് ശുശ്രൂഷയും ദൈവസന്നിധിയിൽ വ്യത്യാസമില്ല, ഒന്നുപോലെയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരാൾ ഈ പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുകയും ഒരാൾ ഇരുന്ന് കേട്ട് അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പ്രിയ ദൈവമക്കളെ, ഒരാൾ ഒരു പാട്ട് പാടുന്നതും ഒരാൾ പ്രസംഗിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരാൾ പ്രാർത്ഥിക്കുന്നതും ഒരാൾ ആമേൻ പറയുന്നതിൽ ഒരു വ്യത്യാസവുമില്ല. ഇതെല്ലാം ഒന്നുപോലെയാണ്. ആമേൻ. ഇതിനെല്ലാം തുല്യ പ്രാധാന്യമാണ് വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. ശുശ്രൂഷയാണെങ്കിൽ ശുശ്രൂഷിക്കുകയും ഉപദേശമാണെങ്കിൽ ഉപദേശിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മറ്റൊരാളുടെ പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ കാണിച്ചു കൊടുക്കുന്നത് ഉപദേശമാണ്. ദൈവാലയത്തിൽ വരാതിരിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് ഉപദേശമാണ്. ദൈവാലയത്തിൽ കൃത്യനിഷ്ഠമായി വരണമെന്ന് പറയുന്നത് ഉപദേശമാണ്. ദൈവാലയത്തിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കണമെന്ന് പറയുന്നത് ഒരു ഉപദേശമാണ്. ആമേ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വഴി നിർത്തിപ്പോകാതെ, വഴി വിട്ടുപോകാതെ, ക്രമക്കേട് കാണിക്കാതെ നല്ലതുപോലെ നടക്കണം, നല്ലതുപോലെ ചിന്തിക്കണം, നല്ലതുപോലെ തീരുമാനിക്കണം, നല്ലതുപോലെ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ഉപദേശമാണ്. ആമേൻ. ഇതെല്ലാം നമ്മുടെ മക്കൾ ദൈവം സമ്മാനിച്ചിരിക്കുന്നതാണ്. വീണ്ടും പറയാണ്, പ്രബോധനത്തിനുള്ളതാണെങ്കിൽ പ്രബോധിപ്പിക്കട്ടെ. നീ അങ്ങനെ ചെയ്താലേ, നീ അങ്ങനെ ജീവിച്ചാലേ, നീ അങ്ങനെ മുന്നോട്ട് പോയാലേ നിന്റെ ജീവിതം നന്നാവുമെന്ന് കടിപ്പിച്ച് പറയുന്നതിനെ എക്സോർട്ട് ചെയ്യുക, പ്രബോധിപ്പിക്കുക എന്ന് പറയും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ നമുക്കെല്ലാവർക്കും വരങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും കഴിവുകളുണ്ട്, നമുക്കെല്ലാം ഇത് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ഉപയോഗിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട്. ആമേൻ. അതിന് നമ്മൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. 8-ാം വാക്യം വീണ്ടും പറയുന്നു, ദാനത്തിനുള്ളതാണെങ്കിൽ ഔദാര്യത്തോടെ നൽകട്ടെ, ഭരിക്കാനുള്ളതാണെങ്കിൽ ശുഷ്കാന്തിയോടെ ഭരിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് കൊടുക്കാനാണ് മനസ്സെങ്കിൽ നമ്മൾ കൊടുക്കട്ടെ. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇതെല്ലാം വരമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു വരവുമില്ലാത്ത ഒരു വ്യക്തിയും ഒരു സഭയിൽ കാണത്തില്ല. ദൈവത്തിന്റെ സഭയിലുള്ളവരെല്ലാം ഉള്ളവരാണ്, ഇല്ലാത്തവരായും ആ സഭയിൽ വരുത്തില്ല. ഓരോ കഴിവ്, ഓരോ വരങ്ങൾ അത് ഉള്ളവർ മാത്രമേ ദൈവത്തിന്റെ സഭയിൽ കാണത്തുള്ളൂ. നമ്മുടെ വരങ്ങൾ, നമ്മുടെ കഴിവുകൾ, നമ്മളിൽ ദൈവം നൽകുന്ന കൃപകൾ അറിഞ്ഞു പ്രവർത്തിക്കുമ്പോൾ സഭ സമർത്ഥമായി മുന്നോട്ട് പോകും. ആമേൻ. ഹല്ലേലൂയ. സഭ സമർത്ഥമായി മുന്നോട്ട് പോകും. പലപ്പോഴും നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ എല്ലാവരും പ്രതികരിക്കാതെ, എല്ലാവരും അതിനോട് നല്ലതുപോലെയുള്ള മനോഭാവം കാണിക്കാതെ ഇരിക്കുന്നത് അവരുടെ വരത്തെ അവർ കണ്ടെത്തി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കൈയടിച്ച് പാടാം എന്ന് പറയുമ്പോൾ ഒരാൾ കൈയടിക്കാതിരുന്നാൽ അദ്ദേഹം വിചാരിക്കരുത് എനിക്ക് കൈയടിക്കാനുള്ള വരമില്ല. കൈയടിക്കാനുള്ള വരമില്ല ഒരുത്തരം ദൈവാലയത്തിൽ കാണത്തില്ല. ആമേൻ. ഒരാൾ പാടുമ്പോൾ ഒരാൾ പാടാതിരുന്നാൽ പാടാനുള്ള വരം എനിക്കില്ല എന്ന് അദ്ദേഹം വിചാരിക്കരുത്. എല്ലാവർക്കും പാടാനുള്ള വരമുണ്ട്. ആമേൻ. ഒരാൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരാൾ ബൈബിൾ എടുക്കാതിരുന്നാൽ അദ്ദേഹത്തിന് തോന്നരുത് ബൈബിളിൽ
എടുത്ത് വായിക്കാനുള്ള വരമിരിക്കില്ല, എല്ലാവർക്കും എടുത്ത് വായിക്കുവാനുള്ള വരമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും പരസ്പരം പ്രബോധിപ്പിക്കാൻ, പരസ്പരം ഉത്തേജിപ്പിക്കാൻ, പരസ്പരം ഉത്സാഹിപ്പിക്കാൻ, പരസ്പരം പുരോഗതിയിലേക്ക് നയിക്കുവാനുള്ള പ്രോത്സാഹന വാക്കുകൾ പറയാനുള്ള വരദാനങ്ങളുണ്ട്. ആമേൻ. അതിനെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ദൈവ മക്കളെ ഇന്നത്തെ കാലം ഓർപ്പിക്കുകയാണ്. അതിന്റെ 9-ാം വാക്യത്തില് സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തിന്മയെ വെറുത്ത് നന്മയോട് പറ്റിച്ചേരുക. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ദോഷം എന്ന് വരുന്ന, ദോഷം വരുത്താനിരിക്കുന്ന, ദോഷം വിലക്കാനിരിക്കുന്ന ഒരു തിന്മയുടെ അടുക്കലേക്കും പോകരുത്. ആമേൻ, ആമേൻ, ആമേൻ. പാപം ചെയ്യാതിരിക്കട്ടെ, പാപത്തെ തോരട്ടെ, പാപത്തോട് അകൽച്ചയുണ്ടായിട്ട് പാപത്തോട് ദൂരം നമ്മൾ പാലിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, നമ്മുടെ ആർജത്തെ തകർക്കുന്ന, നമ്മുടെ അന്തര ജീവസത്തെ തകർക്കുന്ന, നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന ഒരു പാപത്തോട് നമ്മൾ അടുക്കരുത്. ആമേൻ, 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 ആമേൻ. നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടില്ലായെങ്കിൽ അത് മാതാപിതാക്കളുടെ മക്കള് എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാധാരണ പറയും, ഓ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് പോ, ഗെറ്റ് ഔട്ട്, നിങ്ങൾക്ക് പുറത്തു പോകാനൊക്കെ സാധാരണ പറയും. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ ഇന്ന് പോയിക്കാലം നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്ന് പോയിക്കാലം നമ്മളോട് പറയട്ടെ, ഞാൻ ഇന്ന് പോയിക്കാലം നിങ്ങളുടെ പിതാക്കന്മാരോട് പറയട്ടെ, ഞാൻ ഇന്ന് പോയിക്കാലം മാനക്കളോട് ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് പോയിക്കാലത്തിലുള്ള ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരോട്, ഇളയ സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, ഒരിക്കലും എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീ കാണാതെ പോകട്ടെ എന്ന് പറയുന്നത് ആട്ടിപ്പായിക്കുന്ന തുല്യമാണ്. ഈ ഒരിക്കലും നമ്മൾ വാക്ക് ഉപയോഗിക്കരുത്. ആമേൻ. നമുക്ക് ഇഷ്ടമല്ലാത്തത് നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മുടെ മാതാപിതാക്കളോ മക്കളോ ചെയ്തെങ്കിൽ അവരെ ഒരിക്കലും മാറ്റരുത്. നമ്മൾ പിന്നെയോ അവരെ എന്ത് ചെയ്യണം? നല്ലതുപോലെ ഉപദേശിച്ച് മുന്നോട്ട് വരണം. നമ്മൾ അവരെ ആട്ടുമ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തിന്മയെ വെറുത്ത് നന്മയോട് പറ്റിച്ചേരുക. ഒരാളൊരു തെറ്റ് ചെയ്താൽ നീ ചെയ്തത് തെറ്റ്, ഇനി ആ തെറ്റ് ചെയ്യരുത് കുഞ്ഞെ, ഇനി തെറ്റ് ചെയ്യരുത് ചേട്ട, ഇനി തെറ്റ് ചെയ്യരുത് അമ്മേ, ഇനി തെറ്റ് ചെയ്യരുത് അപ്പ, ഇനി തെറ്റ് ചെയ്യരുത് ഉടപ്പുറപ്പ് എന്ന് നമ്മൾ പറയണം. ആമേൻ. അല്ലാതെ ആ വ്യക്തിയെ വിദ്വേഷിക്കുകയോ ആ വ്യക്തിയെ ബഹിഷ്കരിക്കുകയോ ആ വ്യക്തിയെ ഉപേക്ഷിക്കുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രിയ ദൈവമക്കളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. കാരണം കർത്താവായ യേശുവിന്റെ സ്നേഹം വ്യാജമില്ലാത്തതാണ്. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ഒരു മുതലും ആഗ്രഹിക്കാതെ, ഒരു നേട്ടവും ആഗ്രഹിക്കാതെ, ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ തന്റെ ജീവനെ നമുക്ക് വേണ്ടി മറുപടിയായി തന്ന് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തരുന്ന യേശുവിന്റെ കാൽവരിയുടെ സ്നേഹം നിർവ്യാജ സ്നേഹമെങ്കിൽ ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ട അനിവാര്യമാണ്. കാൽവരിയുടെ സ്നേഹത്തിൽ കടന്നില്ല, കാൽവരിയുടെ സ്നേഹത്തിൽ കാണിക്കുന്നില്ല, കാൽവരിയുടെ സ്നേഹത്തിൽ തിന്മയില്ല, കാൽവരിയുടെ സ്നേഹത്തിൽ ഒരുവിധമായ ലാഭ ഇച്ഛകളുമില്ലാത്ത നിർവ്യാജമായ പരിശുദ്ധമായ സ്നേഹമൊന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് ആ സ്നേഹത്തെ നമ്മൾ പിൻഗമിക്കേണ്ടത് അനിവാര്യമാണ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എത്ര വലിയ തെറ്റ് നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്താലും അവർ നമ്മുടെ മക്കള് അല്ലാതെ ആകത്തില്ല. എത്ര വലിയ തെറ്റ് മാതാപിതാക്കൾ മക്കളോട് ചെയ്താലും മാതാപിതാക്കൾ മക്കളുടെ മാതാപിതാക്കൾ അല്ലാതെ വരുത്തില്ല. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ ഏതൊരു വ്യക്തിയെയും അതിൻ്റെതായ മാന്യതയിൽ, അതിൻ്റെതായ പ്രൗഢിയിൽ, അതിൻ്റെതായ ഗാംഭീര്യത്തിൽ, അതിൻ്റെതായ നിലവാരത്തിൽ നമ്മൾ കാണേണ്ടത് അനിവാര്യമാണ്. നാം ചെയ്ത തെറ്റിന് തക്കവണ്ണം നമ്മളോട് ദൈവം പകരം ചോദിച്ചിരുന്നെങ്കിൽ എന്നെ മരിച്ചു പോയേനെ നമ്മൾ, ആമേൻ, എന്നെ കലറക്കുള്ളിലായേനെ നമ്മൾ, എന്നെ നമ്മൾ ശവക്കുഴിക്കകത്ത് പോയേനെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഓരോ ദിവസവും നമ്മുടെ പുതിയ പാപങ്ങളെ ക്ഷമിച്ച് സഹിച്ചു കൊണ്ട് നമുക്ക് പാപം നൽകി തന്നെ ചോരയെ കഴുകി നമ്മളെ വെളിപ്പാക്കിക്കൊണ്ട് നയിക്കുന്ന ഒരു സ്നേഹത്തിന്റെ മുന്നിലായ നാം ജീവിച്ചിരിക്കുന്നു. ആമേൻ. ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്, ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ അതുല്യമായ അഗാധമായ ആഴമേറിയ ആ പ്രൗഢമാകുന്ന സ്നേഹം കൊണ്ടാണ്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തിന്മയെ വെറുത്ത് നന്മയോട് പറ്റിച്ചേരുക. പ്രിയ ദൈവമക്കളെ, ആര് തെറ്റ് ചെയ്താലും നമ്മൾ ആ തെറ്റിനെ അംഗീകരിക്കരുത്.
അത് അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, പള്ളിയിലെ പട്ടക്കാരനാകട്ടെ, പാസ്റ്ററാകട്ടെ, ഇടയനാകട്ടെ, ശുശ്രൂഷകനാകട്ടെ, ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ന്യായീകരിക്കാൻ ഒരു വഴിയുമില്ല. ആമേൻ, ആമേൻ. എത്ര വലിയ തെറ്റും എത്ര ചെറിയ തെറ്റും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാ തെറ്റും തെറ്റു തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, ആര് ചെയ്തു എന്നതിന് പ്രസക്തിയില്ല. ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. വലിയ തെറ്റെന്നോ ചെറിയ തെറ്റെന്നോ, ആര് തെറ്റ് ചെയ്തെന്നോ ആര് തെറ്റ് ചെയ്തില്ല എന്നോ ഒരു വേർതിരിവില്ല. തെറ്റ് തെറ്റ് തന്നെയാണ്. ആമേൻ, ആമേൻ. പാപം എന്ന് പറയുന്നത് അത് ദൈവത്തിന് എതിരാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്, ദൈവം ആഗ്രഹിക്കാത്തതാണ്, ദൈവം താല്പര്യപ്പെടാത്തതാണ്, ദൈവം അതിനെ വെറുക്കുന്നതാണ്. ആമേൻ. ദൈവം വെറുക്കുന്ന തെറ്റിനെ നമ്മൾ വെറുക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സ്നേഹം ദ്രവ്യാജമായിരിക്കട്ടെ, തിന്മയെ വെറുത്ത് നന്മയോട് പറ്റി ചേരുവീൻ, സാഹോദര്യ തുല്യം അന്യോന്യം സ്നേഹിക്കണം. ആമേൻ. ഞാൻ ഒരാളെ കാണുമ്പോൾ എന്റെ അമ്മ പ്രസവിച്ച എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ, എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനുജൻ എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അവൻ പോട്ടെ, ആ ഒരു ചിന്ത ഉണ്ടായത്, അവൻ പോട്ടെ എന്നൊരു ചിന്ത ഉണ്ടായത്. എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അവനെന്നും അവളെന്നുമുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നു മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയട്ടെ, നമ്മൾ അന്യരെന്ന് കാണാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും ഒന്നിച്ചു കാണുവാൻ, എല്ലാവരെയും ഒന്നായി കാണുവാൻ, എല്ലാവരെയും ഒന്നായി അംഗീകരിക്കുവാൻ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഓർപ്പിക്കട്ടെ, സാഹോദര്യ തുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരൻ എന്റെ രക്തത്തിൽ നിന്ന് പിറന്ന എന്റെ ഒരു അനുജനോ ജ്യേഷ്ഠനോ ചേച്ചിയോ അനുജത്തിയോ എന്ന ആ ഒരു വലിയ കാഴ്ചപ്പാട് എല്ലാവരോടും ഉണ്ടായിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ യഹൂദന്മാരല്ല, യഹൂദ കുടുംബത്തിൽ ജനിച്ചതല്ല, യോസേഫിന്റെയും മറിയാമിന്റെയും മകനോ മകളോ അല്ല. കർത്താവായ യേശു ഒരു യഹൂദനാണ്. അവൻ പാലസ്തീനിൽ ജനിച്ചതാണ്. യോസേഫിന്റെയും മറിയയുടെയും മകനെന്ന് ലോകത്തിൽ അറിയപ്പെട്ടു. അവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ്. ഈ ഒരു ക്വാളിറ്റി നമുക്കില്ല. നമ്മളൊരു യഹൂദനല്ല, നമ്മുടെ അപ്പൻ യോസേഫല്ല, നമ്മുടെ അമ്മ മറിയാമല്ല, നമ്മുടെ പരിശുദ്ധാത്മാവിനാല് ഒന്നുമല്ല ജനിച്ചത്. മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചവരാണ്. അങ്ങനെ ജനിച്ച നമ്മളെ യേശു തന്റെ സ്വന്തമായി സ്നേഹിച്ചുവെങ്കിൽ, അങ്ങനെയെങ്കിൽ നമ്മൾ ആ യേശുവിനെ അതേപോലെ കാണേണ്ടത് അനിവാര്യമാണ്. സാഹോദര്യ തുല്യം അന്യോന്യ സ്നേഹത്തിൽ പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുകയും. പ്രിയ ദൈവമക്കളെ, ഒരു കാരണവശാലും ഞാൻ വീണ്ടും പറയട്ടെ, ഈ സഹോദരങ്ങൾ തമ്മിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാകും അല്ലേ? ചേട്ടനും അനിയനും ചേട്ടത്തിയും അനിയത്തിയൊക്കെ തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാകും. പക്ഷെ പുറത്ത് അവന്റെ രക്തബന്ധമാണ്, അവനോട് വഴക്കുണ്ടാകത്തില്ല. ഒരു ശകലമെങ്കിലും തലച്ചോറിനകത്ത് ശുദ്ധിയുള്ളവർ അല്ലേ? പബ്ലിക്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് സ്വന്തം സഹോദരനെ, സ്വന്തം സഹോദരിയെ, സ്വന്തം കുടുംബങ്ങളെ വഴക്കുണ്ടായി മോശക്കാരനായി അവരുടെ മുൻപിൽ വെച്ച് അവഗണിക്കുന്നു, അവഗണിക്കത്തില്ല. ചിലപ്പോൾ വീട്ടില് സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാകും, പബ്ലിക്കിൽ ചെയ്യത്തില്ല. ഇവിടെ പറയുന്ന വാക്യം മറന്നുപോകുക, സാഹോദര്യ തുല്യം അന്യോന്യം സ്നേഹിപ്പിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളുകയും. പ്രിയ ദൈവമക്കളെ, അപ്പനും അമ്മയും മക്കളും ബഹുമാനത്തിന് അർഹരാണ്. ജ്യേഷ്ഠനും അനുജനും ബഹുമാനത്തിന് അർഹരാണ്. കർത്താവ് പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും ബഹുമാനത്തിന് അർഹരാണ്. ആമേൻ. അന്യോന്യം ബഹുമാനിക്കണം. ആരും ആരെയും അപമാനിക്കരുത്, ആരും ആരെയും പരിഹസിക്കരുത്, ആരും ആരെയും തരണ്ടാക്കരുത്, ആരും ആരെയും പുച്ഛിക്കാൻ പാടില്ല. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ അന്യോന്യം ആദരിക്കണം, അന്യോന്യം അംഗീകരിക്കണം, അന്യോന്യം ബഹുമാനിക്കണം, അന്യോന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പം ഒരു വീട്ടിലെ രണ്ട് മക്കൾ തമ്മിൽ വഴക്കുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് അവര് സഹോദരങ്ങൾ അല്ലാതെ വരുന്നില്ല. ആമേൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി എന്ന കാരണത്താൽ ഭാര്യയും ഭർത്താവും അല്ലാതെ ആകുന്നില്ല. ആമേൻ. എല്ലാം താൽക്കാലികം, എല്ലാം നിമിഷ നേരത്തേക്ക് മാത്രം. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവിടെ പറയുകയാണ്, സാഹോദര്യ തുല്യം അന്യോന്യം സ്നേഹിപ്പിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളുകയും. ഹല്ലേലൂയ. ഒരാൾ നമ്മളോട് ദ്രോഹം ചെയ്താലും അദ്ദേഹത്തോട്
നമ്മൾ പരസ്യമായി പബ്ലിക്കില് അപമാനം പ്രകടിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ ബഹുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി നിർത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ശത്രുവിനെ സ്നേഹിച്ച കർത്താവിന്റെ ആ പാതകളെ പിൻവലിക്കുന്ന നമ്മൾ മാതൃകകളായിരിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അതിന് പകരം വാക്യം, ഉത്സാഹത്തിൽ അലസതയില്ലാതെ ആത്മാവിൽ തീഷ്ണതയുള്ളതായി കർത്താവിനെ സേവിക്കുകയും. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഞായറാഴ്ച മറന്നു പോകരുത്, ഞായറാഴ്ച മറന്നു പോകരുത്, ഞായറാഴ്ച മറന്നു പോകരുത്, ഞായറാഴ്ച പള്ളിയിൽ മറക്കരുത്, ഞായറാഴ്ച പള്ളിയിൽ മറക്കരുത്, ഞായറാഴ്ച പള്ളിയിൽ മറക്കരുത്, ഞായറാഴ്ച വിശുദ്ധ സഭായോഗം മറക്കരുത്, ഞായറാഴ്ച വിശുദ്ധ സഭായോഗം മറക്കരുത്, ഞായറാഴ്ച വിശുദ്ധ സഭായോഗം മറക്കരുത്. ഞായറാഴ്ച ഇല്ലാത്ത ക്ഷീണങ്ങൾ നടിച്ചുകൊണ്ട് ദൈവാലയത്തിൽ പോകാതെ ഇരിക്കുന്ന ഒരു പിന്നോട്ടുള്ള മനോഭാവം ഉണ്ടാകാതിരിക്കട്ടെ. ഞായറാഴ്ച ദിവസം ദൈവാലയ ആരാധനയെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു മാർഗത്തിലേക്ക്, മറ്റൊരു ആവശ്യത്തിലേക്ക്, മറ്റൊരു വഴിയിലേക്ക് പോകാതിരിക്കട്ടെ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഉത്സാഹത്തിൽ അലസതയില്ലാതെ. ആമേൻ, ആമേൻ. ഞായറാഴ്ച പള്ളിയെ കുറിച്ചും ദൈവാലയത്തെ കുറിച്ചും ദൈവ ആരാധനയെ കുറിച്ചും വിശുദ്ധ സഭാ സമ്മേളനത്തെ കുറിച്ചും വിശുദ്ധ കൂട്ടായ്മയെ കുറിച്ചും വിശുദ്ധ കർത്തമേശയെ കുറിച്ചും വിശുദ്ധ പ്രാർത്ഥന യോഗത്തെ കുറിച്ചും ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തീ ആയി കത്തട്ടെ. കാരണം ദൈവാലയ ഭക്തനാണ് ഞാൻ, ദൈവാലയ ദാസനാണ് ഞാൻ, ദൈവാലയ ദാസനാണ് ഞാൻ ഇന്ന് പ്രകാരം ദൈവാലയത്തെ ലക്ഷ്യമാക്കി പോകേണ്ട വ്യക്തിയാണെന്നുള്ള നമ്മുടെ മനസ്സിന്റെ തിളച്ചു പറയുന്ന ഒരു ആത്മീയ ഉഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഉത്സാഹത്തെ അനുസരിച്ചാൽ ആത്മാവിനെ തീർച്ചയായിട്ടുള്ളവരെ കർത്താവിനെ സേവിക്കണം. ആമേൻ. നമ്മുടെ സേവനം കർത്താവിനെയാണ്. മുഖപക്ഷമില്ലാത്ത, മാറ്റമില്ലാത്ത, ശാശ്വതനായ, സ്ഥിരനായ, നിത്യനായ, വീണ്ടും വരുന്നവനായ നമ്മുടെ പ്രാണ സ്നേഹിതനായ യേശുവിനെ സേവിക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. ആമേൻ. ഈ ലോകപ്രകാരം ആരെ സേവിച്ചാലും മറിച്ച് കിട്ടുന്ന അനുഭവം നെഗറ്റീവായിരിക്കും. എന്നാൽ എന്റെ കർത്താവിനെ സേവിച്ചാൽ ഒരിക്കലും നെഗറ്റീവ് അനുഭവം ഉണ്ടാകത്തില്ല. 100% പോസിറ്റീവ്, 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 പോസിറ്റീവ്. നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മളേക്ക് വരുന്ന അനുഗ്രഹങ്ങള് മുഴുവനും നമുക്ക് അനുയോജ്യമായി, നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ചേർച്ചയുള്ള, നമുക്ക് വേണ്ട, നമുക്ക് പൊരുത്തമുള്ളത് മാത്രമായിരിക്കും. ലോകത്തിൽ നിന്ന് വരുന്നത് മുഴുവനും എങ്ങനെയായിരിക്കും? അത് എതിരായിരിക്കും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പ്രത്യാശയിൽ സന്തോഷിക്കുകയും നമ്മുടെ കർത്താവ് വരുമല്ലോ. ആമേൻ. കർത്താവ് വേഗം വരണമേ എന്ന് വെളിപ്പാടുകാരൻ പറയുന്നു. പൗലോസ്ലീഹ വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു, മൗനമായിരിക്കത്തില്ല. ആമേൻ, ആമേൻ. കർത്താവ് വേഗം വരണമേ. ഈ കഷ്ടതയിൽ നിന്ന്, ഈ ഭാരത്തിൽ നിന്ന്, ഈ വേദ പ്രയാസ ദുർഗമായ മരണാർത്ഥമായ ജീവിതത്തിന്റെ ഈ നഷ്ടങ്ങൾക്ക് ലക്ഷ്യമായി ആമേൻ കർത്താവേ നീ വേഗം വരണമേ. ആമേൻ കർത്താവേ നീ വേഗം വരണമേ എന്ന് കർത്താവിന്റെ സന്നിധിയില് നമ്മള് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, പ്രത്യാശയിൽ സന്തോഷിക്കുകയും കഷ്ടതയിൽ സഹിച്ചവരാണെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കുകയും ഏതാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിച്ചാൽ നമുക്കൊരു നന്മയ്ക്ക് കുറവത്തില്ല. നിന്റെ വീട്ടിലെ കണ്ണുനീര് മാറും, നിന്റെ വീട്ടിലെ കഷ്ടത മാറും, നിന്റെ വീട്ടിലെ ഭാരം മാറും, നിന്റെ വീട്ടിലെ പ്രയാസം മാറും, നിന്റെ വീട്ടിലെ രോഗം മാറും, നിന്റെ വീട്ടിലെ ദുരിതം മാറും, നിന്റെ പ്രതിരോധ വിശ്വാസം നിന്നെ വിട്ട് ഓടിപ്പോകും. നിന്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് മുട്ടുണ്ടാകുന്നതിനെ പ്രകാശിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ള നന്ദിയുണ്ട്. ആ കർത്താവിനെ ഉത്സാഹത്തോടെ സേവിച്ച് സ്നേഹിച്ചാരാധിച്ച് അനുഗ്രഹിക്കപ്പെട്ട് ആനന്ദയുടെ യാത്ര ചെയ്യുവാൻ വാത്സല്യമുള്ള ദൈവമക്കളെ പരിശുദ്ധമായ നാമത്തിൽ ഈ സഭയിൽ വാഗ്ദാനം ചെയ്യുന്നു. കർത്താവിനായി നമ്മളെ സഹായിക്കും.